ഹായ്, ഏവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ PSC ബുള്ളറ്റിൻ ഫെബ്രുവരിയിലത്തെ രണ്ടാമത്തെ അതായത് പകുതിയിൽ വരുന്ന 15-ന് ശേഷം വന്ന PSC ബുള്ളറ്റിനിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ് അല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് 11 മുതൽ 20 വരെ ആൻസർ കിട്ടുന്നത് അല്ലേ, 11 മുതൽ 20 വരെയുള്ളത് ഓൾറെഡി നമ്മൾ ചെയ്തു. 1 മുതൽ 10 വരെയുള്ളത് നമ്മൾ ചെയ്തു അല്ലേ. അപ്പോൾ ഇനി 11 മുതൽ 20 വരെയാണ്. അതിൽ 11ഉം 12ഉം അതുപോലെ തന്നെ 13ഉം 14ഉം നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് 15, 16 ഉത്തരം കിട്ടുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ അതായത് PSC ബുള്ളറ്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 15 എന്ന ആൻസർ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് നോക്കാം അല്ലേ. 15. ഓക്കെ, അപ്പോൾ അറിയുന്നതാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, പതിനഞ്ചാണ് എല്ലാത്തിൻ്റെയും ആൻസർ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. കണ്ടിട്ടുണ്ടോ? ആരാണ് നോക്കാം അല്ലേ. ഏത് നൂറ്റാണ്ടിലാണ് കൊളംബസ് അമേരിക്ക കണ്ടെത്തിയത്? അപ്പോൾ നമ്മുടെ പാട്ടിൽ പറയണ്ടേ അല്ലേ, കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച ആളാണ് ക്രിസ്റ്റഫർ കൊളംബസ് അല്ലേ. ക്രിസ്റ്റഫർ കൊളംബസ് എന്നാണ് മുഴുവൻ പേര്. നമ്മുടെ 10th SCERT ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു വെച്ചാൽ സോഷ്യൽ സയൻസിലെ അതായത് ഹിസ്റ്ററിയിലെ പാർട്ട് 1 എടുത്തു കഴിഞ്ഞു വെച്ചാൽ അതിലൊരു ടേബിൾ തന്നെ അദ്ദേഹത്തെ പറ്റി കൊടുത്തിട്ടുണ്ട് അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു, സ്പാനിഷ് നാവികനാണ്. അദ്ദേഹം ഒരു കപ്പലിൽ വന്ന് ഇറങ്ങി അല്ലേ. ഏത് കാലഘട്ടത്തിലാണ്? 1492 അദ്ദേഹം വരുന്നത്. 1492 ക്രിസ്റ്റഫർ കൊളംബസ് സ്പാനിഷുകാരനാണ്. അദ്ദേഹം വരില്ലേ, കപ്പലിൽ വന്ന് ഇറങ്ങും. അദ്ദേഹം ഇന്ത്യക്കാരാണ് എന്ന് വിചാരിച്ചു. അവര് റെഡിദിയൻസ് എന്നാണ് അദ്ദേഹം വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടേബിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. 1492 അദ്ദേഹം അമേരിക്ക കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ ഏത് നൂറ്റാണ്ടിലാണ് കൊളംബസ് അമേരിക്ക കണ്ടെത്തിയത്? നൂറ്റാണ്ടാണ് അല്ലെ. നൂറ്റാണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വർഷം അറിയാം. 1492 എന്നുള്ള വർഷം അറിയാം. അപ്പൊ നൂറ്റാണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് പറയൂ, ഒന്ന് കമന്റ് ചെയ്യൂ. എങ്ങനെയായിരിക്കും നൂറ്റാണ്ട് കണ്ടുപിടിക്കുക? 1492. അപ്പോൾ നൂറ്റാണ്ട് എങ്ങനെയായിരിക്കും കാണാം? വർഷം കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് നൂറ്റാണ്ട് എങ്ങനെ കാണാം എന്ന് ചോദിച്ചു വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ, അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് എന്ന് ചോദിച്ചു വെച്ചാൽ പറയാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവർക്കും എന്ത് ചെയ്യാം, എങ്ങനെയാണ് നൂറ്റാണ്ട് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം അറിയാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അറിയാത്തവർ വല്ലവരും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു വർഷം കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ നൂറ്റാണ്ട് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു വെച്ചാൽ ഈ 1492 ഇതിൽ ഇപ്പുറത്തെ ഭാഗം നമുക്ക് വേണ്ട. ഈ ഭാഗം അതായത് നമ്മുടെ ആദ്യം തുടങ്ങുന്ന ആ 2 ഭാഗമില്ലേ, ആ സംഖ്യ അതിൻ്റെ കൂടെ പ്ലസ് 1 കൂടെ കൂട്ടി വെച്ചാൽ നമുക്ക് അവിടുത്തെ നൂറ്റാണ്ട് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ 14 + 1 15-ാം നൂറ്റാണ്ട്. 15 നമുക്ക് ആൻസർ വരേണ്ടത്, ശരിയല്ലേ? അപ്പോൾ 15-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്റ്റഫർ കൊളംബസ്. ഏത് നൂറ്റാണ്ടിലാണ് കൊളംബസ് അമേരിക്ക കണ്ടെത്തിയത്? ഇനി ഹിസ്റ്ററി പാർട്ടിലും വരാം. എപ്പോഴാണ് അമേരിക്ക കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു വെച്ചാൽ വർഷം ചോദിച്ചു വെച്ചാലും എഴുതണം 1492 അപ്പൊ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. എങ്ങനെയാണ് നൂറ്റാണ്ട് കണ്ടുപിടിക്കുക? ഒരു വർഷം കിട്ടിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ കൂടെ ആദ്യത്തെ സംഖ്യയുടെ കൂടെ പ്ലസ് 1 ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ 2024 ജീവിക്കുന്നത്. 2024 ഏത് നൂറ്റാണ്ടാണ് എന്ന് ചോദിച്ചു വെച്ചാൽ എത്രയാണ് പറയാൻ പറ്റുക നമുക്ക്? 21-ാം നൂറ്റാണ്ട് അല്ലെ. ഈ 20ന്റെ കൂടെ എന്ത് ചെയ്തു, പ്ലസ് 1 കൂട്ടി. അപ്പൊ 21-ാം നൂറ്റാണ്ട് എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? 21-ാം നൂറ്റാണ്ടിൽ, 21st സെഞ്ചുറിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിൽ എത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചു വെച്ചാൽ 1492 വർഷം. ഏത് നൂറ്റാണ്ടാണെന്ന് ചോദിച്ചു വെച്ചാൽ ആ 14ന്റെ കൂടെ പ്ലസ് 1 15-ാം നൂറ്റാണ്ട്. നമുക്ക് കിട്ടേണ്ട ആൻസറും 15 തന്നെയല്ലേ. അപ്പൊ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടെത്തിയത് എപ്പോഴാണ്? 15-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ അതങ്ങോട്ട് ഉറപ്പിക്കാം.
ഓക്കെ അല്ലേ? അടുത്താണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം. അന്താരാഷ്ട്ര നീതിന്യായ കോടതി അല്ലെ, അതായത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലെ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എവിടെയാണ് ആസ്ഥാനം എന്നൊക്കെ നമുക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആദ്യം ആൻസറിലേക്ക് വരാം. അപ്പൊ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 15 നമുക്ക് കിട്ടേണ്ട ആൻസർ 15 ഒബ്വിയസ്ലി എന്താണ് ആൻസർ? 15. ഇനി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ പറ്റി നമുക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു വെച്ചാൽ എവിടെയാണ് ആസ്ഥാനം എന്ന് ചോദിച്ചു വെച്ചാൽ നെതർലാൻഡിലെ ഹേഗ് ആണ്. അപ്പൊ അറിയാത്തവര് പഠിച്ചു വെക്കുക, നെതർലാൻഡിലെ ഹേഗിലാണ് എന്തിന്റെ ആസ്ഥാനം? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 15. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതി എവിടെയാണ് എന്ന് ചോദിച്ചു വെച്ചാൽ എവിടെയാണ്? നെതർലാൻഡിലെ ഹേഗിലാണ്. ഇനി ജൂൺ 1945 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, 1945 ജൂണിലാണ് ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പ്രവർത്തിച്ചു തുടങ്ങിയത് 1946 1946 തൊട്ടടുത്ത വർഷം. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചോദിച്ചു വെച്ചാൽ നമ്മുടെ ആൻസർ എന്താണ്? 15 എന്നാണ്. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു വെച്ചാൽ എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്? നെതർലാൻഡിലെ ഹേഗ് ആണ്. ദ ഹേഗ് നെതർലാൻഡ്. ഓക്കെ, ദ ഹേഗ് നെതർലാൻഡിലാണ് എന്ത്? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം. ഇനി എന്നാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചു വെച്ചാൽ 1945 ജൂണിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പ്രവർത്തിച്ചു തുടങ്ങിയത് 1946 ഇപ്പോഴത്തെ പ്രസിഡന്റ് ലബനൻകാരനാണ്. ഓക്കെ, ലബനൻ ആണ് സ്ഥലം. ആരാണ്? പേര് നവാഫ് സലാം. ഓക്കെ, നവാഫ് സലാം ലബനൻ. ഓക്കെ, നവാഫ് സലാം ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 15 ആണ് കേട്ടോ. അന്താരാഷ്ട്ര ദ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലെ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ജഡ്ജിമാരുടെ എണ്ണം 15. എവിടെയാണ് ആസ്ഥാനം? ഹേഗ്, നെതർലാൻഡ് ആണ് ആസ്ഥാനം. എസ്റ്റാബ്ലിഷ് ചെയ്തത് 45 ജൂണിലാണ്. പ്രവർത്തിച്ചു തുടങ്ങിയത് 46. പ്രസിഡന്റ് നവാഫ് സലാം ലബനൻകാരനാണ് എന്ന് പഠിച്ച് വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആയി. മൂന്നാമത്തെ, വെളുത്ത രക്താണുക്കളുടെ പരമാവധി ആയുസ് എത്ര ദിവസമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ വരേണ്ടത് 15 അല്ലെ. അപ്പൊ വെളുത്ത രക്താണുക്കൾ എന്താണ്? വെളുത്ത രക്താണുക്കൾ WBC അല്ലെ, WBC വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് വെളുത്ത രക്താണുക്കൾ ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നു അല്ലെ, ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ലുക്കീമിയ ഒക്കെ എന്താണ്? ഈ WBCയുടെ ആധിക്യം കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് ലുക്കീമിയ, നമ്മുടെ ക്യാൻസറിലെ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ലൂക്കോസൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. WBC എന്താണ് ഫുൾ ഫോം? വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് അല്ലെ, വൈറ്റ് ബ്ലഡ് സെൽസ് എന്നും പറയും, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് എന്നും പറയും. പിന്നെ RBC ഉണ്ട്. RBC എന്താണ്? റെഡ് ബ്ലഡ് കോർപ്പസൽസ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് അല്ലെ. ഇനി പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് അല്ലെ, പ്ലേറ്റ്ലെറ്റ്സ്. ഇതൊക്കെയാണ് 3 ഇതിനെ എന്താണ്? ലൂക്കോസൈറ്റ്സ് എന്നാണ് പറയാ. ഇനി വെളുത്ത രക്താണുക്കളുടെ, നമ്മുടെ എയ്ഡ്സ് ഒക്കെ ബാധിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഈ വെളുത്ത രക്താണുക്കൾ നമ്മുടെ ശരീരത്തിന് എന്താണ് തരുന്നതെന്ന് ചോദിച്ചു വെച്ചാൽ രോഗപ്രതിരോധ ശേഷിയാണ് അല്ലെ, രോഗപ്രതിരോധ ശേഷിയാണ് WBC നമുക്ക് തരുന്നത്. നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? രോഗപ്രതിരോധ ശേഷി. നമ്മുടെ രോഗപ്രതിരോധ ശേഷി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തെന്ന് ചോദിച്ചു വെച്ചാൽ നമ്മുടെ WBCയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, രോഗപ്രതിരോധ ശേഷി നമുക്ക് തരുന്നത്. നമുക്ക് എയ്ഡ്സ് ഒക്കെ ബാധിച്ചു കഴിഞ്ഞു വെച്ചാൽ ആദ്യം തകരാറിലാവുന്നത് എന്താണ്? നമ്മുടെ രോഗപ്രതിരോധ ശേഷിയാണ് അല്ലെ. അപ്പൊ വൈറ്റ് ബ്ലഡ് സെൽസ് അതിന്റെ ആയുസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ കിട്ടേണ്ട ആൻസർ എത്രയാണ്? 15 ആണ്. പക്ഷെ കറക്റ്റ് ആയിട്ട് നമുക്ക് 15 എന്ന് പറയാൻ പറ്റില്ല.
12 മുതൽ 20 ദിവസം വരെ. ഓക്കെ, 12 to 20 ദിവസം വരെയാണ് ഇതിന്റെ കാലാവധി അല്ലെങ്കിൽ ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത്. ഏതിന്റെ? WBCയുടെ ആയുസ്. അതിന്റെ ഇടയിൽ വരുന്ന ഒരു നമ്പർ ആയതുകൊണ്ട് അവർ പ്രോപ്പറായിട്ട് എന്ത് പറഞ്ഞു? 15 എന്ന് പറഞ്ഞു. ഓക്കെ, ആവാം, പക്ഷെ ഒരു കണക്ക് ഏകദേശം പറയുന്നത് 12 മുതൽ 20 വരെ എന്നാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ പറയുന്നത് കറക്റ്റ് 15 ആണ് എന്നാണ്. നമ്മൾ ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 12 മുതൽ 20 വരെ അല്ലെങ്കിൽ 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലാണ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ 15 എന്ന് പഠിച്ചോളൂ. പക്ഷെ ഈ ഒരു ടൈം പീരീഡ് മനസ്സിലാക്കി വെക്കുക. 12 മുതൽ 20 ദിവസം വരെയാണ് അതിൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വെളുത്ത രക്താണുക്കളുടെ പരമാവധി ആയുസ് എത്രയാണെന്ന് ചോദിച്ചു. എന്താണ് വെളുത്ത രക്താണുക്കൾ? നമുക്ക് എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? രോഗപ്രതിരോധ ശേഷിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, ഓക്കെ, എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇനി ലൂക്കോസൈറ്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ആളാണ് അല്ലേ, നമ്മളൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. ഏത് നൂറ്റാണ്ടിലാണ്, അതേപോലെ ക്രിസ്റ്റഫർ കൊളംബസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഏത് നൂറ്റാണ്ടിലാണ് വാസ്കോ ഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത്? അപ്പൊ ആദ്യമായി കേരളത്തിലെത്തിയ വർഷം നമുക്കറിയാലേ, 1498. 1498 എന്നറിയാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയും? നിങ്ങൾക്ക് ഇതിന്റെ നമ്മൾ ഓൾറെഡി ആ ക്വസ്റ്റ്യനിൽ ചെയ്തു അല്ലെ. 1498 ഏത് നൂറ്റാണ്ടെന്ന് നമുക്ക് പറയാം? 15-ാം നൂറ്റാണ്ട്. ഓക്കെ അല്ലേ, 15-ാം നൂറ്റാണ്ട്. അപ്പോ വാസ്കോ ഡ ഗാമ ഒരു പ്രാവശ്യമാണോ കേരളത്തിൽ വന്നിരിക്കുന്നത്? അല്ല അല്ലെ. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഏതൊക്കെ വർഷമാണ് വന്നതെന്നൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ വാസ്കോ ഡ ഗാമ കേരളത്തിൽ 3 പ്രാവശ്യം സന്ദർശനം നടത്തിയിട്ടുണ്ട് അല്ലെ. 3ാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാസ്കോ ഡ ഗാമയെ പറ്റി അറിയാം. അപ്പൊ 1498 എന്ത് ചെയ്തത്? ആദ്യമായിട്ട് വരുന്നത് അല്ലെ. 20th മെയിനാണ് അദ്ദേഹം ആദ്യമായിട്ട് വരുന്നത്. വേറെ വന്ന 2 വർഷങ്ങൾ എപ്പോഴാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യാം, മറക്കാതെ കമന്റ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് വാസ്കോ ഡ ഗാമയെ പറ്റി 3 ഫാക്ട്സ് അറിഞ്ഞില്ലേ? ഓക്കെ, അപ്പം ഏത് നൂറ്റാണ്ടിലാണ് വാസ്കോ ഡ ഗാമ ആദ്യമായി കേരളത്തിൽ എത്തിയത് എന്ന് ചോദിച്ചു വെച്ചാൽ വർഷം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആദ്യത്തെ സംഖ്യയുടെ കൂടെ ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് നൂറ്റാണ്ട് കണക്കാക്കാം. അപ്പൊ 15-ാം നൂറ്റാണ്ടിലാണ് വാസ്കോ ഡ ഗാമ കേരളത്തിൽ എത്തിയത്. ഓക്കെ, ബാക്കി 2 വർഷവും എന്ത് ചെയ്യണം, കമന്റ് ചെയ്യാം കേട്ടോ. അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അല്ലെ. നമ്മുടെയൊക്കെ കുറെ പേരുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ക്രിസ്റ്റൽ ആനിവേഴ്സറി? എത്രാമത്തെ വിവാഹ വാർഷികമാണ്? അപ്പൊ നമ്മളിപ്പോ 15ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ആനിവേഴ്സറി എന്ന് പറയാം? ക്രിസ്റ്റൽ ആനിവേഴ്സറി ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എത്ര പേര് 15ാമത്തെ വിവാഹ വാർഷികം എന്താ പറയാ ആഘോഷിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ 15ാമത്തെ ആണ് മാഡം, ഞാനിപ്പോ 15ാമത്തെ ആണ് ആഘോഷിക്കുന്നതെങ്കിൽ എന്ത് പറയാം നമുക്ക്? ക്രിസ്റ്റൽ ആനിവേഴ്സറി എന്ന് പറയാം. ഓക്കെ, അപ്പൊ 15ാമത്തെ ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ക്രിസ്റ്റൽ ആനിവേഴ്സറി, ഇനി തൊട്ട് നമുക്ക് 15ാം വാർഷികം എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്ത് പറഞ്ഞാൽ മതി? ക്രിസ്റ്റൽ ആനിവേഴ്സറി. ക്രിസ്റ്റൽ ആനിവേഴ്സറി എത്രാമത്തെ വിവാഹ വാർഷികമാണ് എന്ന് ചോദിച്ചു വെച്ചാൽ 15ാമത്തെ. അപ്പൊ 15ാമത്തെ ഈ വർഷം 15ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കുറെ പേരുണ്ടാവും അല്ലെ. അവരുടെ എന്താണ് ഇനി 15 എന്ന് പറയണോ? ആവശ്യമില്ല അല്ലെ. നമുക്ക് ക്രിസ്റ്റൽ ആനിവേഴ്സറി. ഓക്കെ, അപ്പൊ ക്രിസ്റ്റൽ ആനിവേഴ്സറി എത്രാമത്തെ വിവാഹ വാർഷികമാണ് എന്ന് ചോദിച്ചു വെച്ചാൽ 15ാമത്തെ വിവാഹ വാർഷികത്തെയാണ് നമ്മൾ എന്ത് പറയാ? ക്രിസ്റ്റൽ ആനിവേഴ്സറി. ഓക്കെ, മറക്കരുത്. 15ാമത്തെ വാർഷികം എന്താ പറയാ ആഘോഷിക്കുമ്പോൾ ക്രിസ്റ്റൽ ആനിവേഴ്സറി ആണ് എന്നുള്ള കാര്യം ഓർമ്മയുണ്ടാവണം. ഓക്കെ അല്ലെ. അപ്പൊ ക്രിസ്റ്റൽ ആനിവേഴ്സറി എത്രാമത്തെ വിവാഹ വാർഷികമാണ് എന്ന് ചോദിച്ചു വെച്ചാൽ 15ാമത്തെ വാർഷികം ആണ്. 15ാമത്തെ വാർഷികം ആഘോഷിക്കാൻ ഈ 2024 15ാമത്തെ വാർഷികം ആഘോഷിക്കുന്നവർക്ക് ഇത് മറക്കില്ല കേട്ടോ. ക്രിസ്റ്റൽ ആനിവേഴ്സറി ആണ്. ഓക്കെ, ഒരു ടേബിൾ സ്പൂൺ എത്ര മില്ലി ലിറ്റർ ആണ് എന്ന് ചോദിച്ചു വെച്ചാൽ ആൻസർ എത്ര തന്നെയാണ്? 15. ഒരു ടേബിൾ സ്പൂൺ എത്ര മില്ലി ലിറ്റർ ആണ്? 15 മില്ലി ലിറ്റർ. ഇനി അടുത്തത് നമുക്ക് അറിയാവുന്ന ഫാക്ട് തന്നെയാണ്. ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് 1 മണിക്കൂർ ആവുന്നത്? ഭൂമി എത്ര ഡിഗ്രിയിൽ തിരിയുമ്പോഴാണ് 1 മണിക്കൂർ ആകുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ 15 ഡിഗ്രി. ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് 1 മണിക്കൂർ ആവുന്നത്? 15 ഡിഗ്രി.
ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ 15 ആൻസർ. ഇനി 15ാമത്തെ ആർട്ടിക്കിൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ മതം, വംശം, ജാതി, ലിംഗഭേദം എന്നിവയുടെ പേരിലൊന്നും ഒരാളോടും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 15 പറയുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന കൊടുക്കുന്നതും ഏതാണ്? ആർട്ടിക്കിൾ 15. അപ്പൊ മതം, വംശം, ജാതി, ലിംഗം എന്നിവയുടെ പേരിലൊന്നും ആരോടും വിവേചനം പാടില്ല എന്ന് പറയുന്ന ഭരണഘടനയിലെ 15ാമത്തെ ആർട്ടിക്കിളിലാണ് അത് പറയുന്നത്. സ്ത്രീക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന കൊടുക്കുന്നു. ഓക്കെ, 14 എന്ത് പറയുന്നു? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് 14 പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ 15 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ മതം, വംശം, ജാതി, ലിംഗം, പദവി, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 15. ഓക്കെ അല്ലേ? അപ്പൊ ആർട്ടിക്കിൾ 15 മതം, വംശം, ജാതി, ലിംഗം, പദവി, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15. ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ 15. ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് 1 മണിക്കൂർ ആവുന്നതെന്ന് ചോദിച്ചു വെച്ചാൽ 15 ഡിഗ്രിയാണ്. ഹുമയൂൺ എത്ര വർഷമാണ് പ്രവാസ ജീവിതം നയിച്ചത്? ഹുമയൂൺ അല്ലെ, ഹുമയൂൺ. അപ്പൊ ഹുമയൂൺ നമുക്കറിയാം, ഹുമയൂണിന്റെ ജഹാംഗീറിന്റെ അച്ഛനാണ് അല്ലെ ഹുമയൂൺ. ജഹാംഗീറിന്റെ അല്ല, സോറി, അക്ബറിന്റെ അച്ഛനാണ് ഹുമയൂൺ. അക്ബറിന്റെ, ബാബർ അത് കഴിഞ്ഞ് വെച്ചാൽ ഹുമയൂൺ, അത് കഴിഞ്ഞിട്ടല്ലേ അക്ബർ. അപ്പൊ അക്ബറിന്റെ അല്ലെ. അപ്പൊ ഹുമയൂൺ എത്ര വർഷമാണ് പ്രവാസ ജീവിതം നയിച്ചത് എന്ന് ചോദിച്ചു വെച്ചാൽ അത്ര ശക്തനൊന്നും അല്ലാത്ത ഭരണാധികാരിയായിരുന്നു. ഏതില്? നമ്മുടെ മുഗൾ രാജവംശത്തിൽ അത്ര ശക്തനായ ഭരണാധികാരിയല്ല. നമ്മുടെ ഇതിന്ന് വീണിട്ട്, കോണിപ്പടിയുടെ അവിടുന്ന് വീണിട്ട് മരിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്. അപ്പൊ ഹുമയൂൺ എത്ര വർഷമാണ് പ്രവാസ ജീവിതം നയിച്ചതെന്ന് ചോദിച്ചു വെച്ചാൽ 15 വർഷമാണ്. ഓക്കെ, 15 വർഷമാണ് പ്രവാസ ജീവിതം നയിച്ചത്. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തെ എത്ര ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്? ചാണക്യന്റെ അർത്ഥശാസ്ത്രങ്ങളെ 15 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തെ എത്ര ഭാഗങ്ങളായി തിരിച്ചു എന്ന് ചോദിച്ചു വെച്ചാൽ 15. മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം ആകെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണത്തിന്റെ എത്ര ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ? അപ്പൊ മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം നിയമസഭാ അംഗങ്ങളുടെ എണ്ണത്തിന്റെ എത്ര ശതമാനത്തിൽ കൂടാൻ പാടില്ല? 15 ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം നിയമസഭാ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15 മടങ്ങിൽ കൂടാൻ പാടില്ല. ഏത് നൂറ്റാണ്ടിലാണ് ജോൺ ഓഫ് ആർക്ക് ജീവിച്ചിരുന്നത്? ജോൺ ഓഫ് ആർക്ക് ജീവിച്ചിരുന്നത് 15ാം നൂറ്റാണ്ടിൽ തന്നെയാണ് കേട്ടോ. 15ാം നൂറ്റാണ്ടിലാണ്. ഇവിടുന്ന് നമുക്ക് പ്രശസ്തമായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലെ. എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ജോൺ ഓഫ് ആർക്ക് അല്ലെ, ഇന്ത്യയിലെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ വേഗം കമന്റ് ചെയ്യൂ. ആരാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? പെട്ടെന്നായിക്കോട്ടെ, പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ഇന്ത്യയുടെ, അതുപോലെ തന്നെ കേരളത്തിന്റെ ഉണ്ട്. ഇന്ത്യയുടെ ആരാണെന്ന് ആദ്യം കമന്റ് ചെയ്യുക, ദെൻ കേരളത്തിന്റെ ആരാണെന്ന് ആദ്യം കമന്റ് ചെയ്യുക. അപ്പൊ ഏത് നൂറ്റാണ്ടിലാണ് ജോൺ ഓഫ് ആർക്ക് ജീവിച്ചിരുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ 15ാം നൂറ്റാണ്ട് തന്നെയാണ്. ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് തന്നെയാണ് റാണി ലക്ഷ്മിഭായ് അല്ലെങ്കിൽ മണികർണിക. അതും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഝാൻസി റാണി ലക്ഷ്മിഭായ്. ഓക്കെ, റാണി ലക്ഷ്മിഭായ് അല്ലെങ്കിൽ ഝാൻസി റാണി. ഓക്കെ, ഝാൻസി റാണിയാണ് എന്താണ് ജോൺ ഓഫ് ആർക്ക്, ഇന്ത്യയിലെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്. ഇനി കേരളത്തിലാണെങ്കിലോ അക്കാമ ചെറിയാൻ. കേരളത്തിലെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ. ഓക്കെ, അപ്പൊ ജോൺ ഓഫ് ആർക്ക് ജീവിച്ചിരുന്ന നൂറ്റാണ്ട് ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ 15ാം നൂറ്റാണ്ടാണ്. ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിഭായ് അല്ലെങ്കിൽ ഝാൻസി റാണിയാണ്. കേരളത്തിന്റെ ആണെങ്കിൽ അക്കാമ ചെറിയാനാണ് എന്നുള്ള കാര്യം പഠിച്ച് വെക്കും. ഇന്ത്യൻ കറൻസിയുടെ ലാംഗ്വേജ് പാനലിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു ബോക്സ് പോലെ ഇട്ടിട്ട് ഇങ്ങനെ ഭാഷകൾ കൊടുത്തിരിക്കണം. നമ്മുടെ മലയാളം ആണെങ്കിലോ
10 രൂപ എന്ന് എഴുതിയത്, 10 രൂപയുടെ നോട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 10 രൂപ എന്ന് എഴുതിയ മലയാളത്തിലാണെങ്കിലോ 7ാമത്തെയാണ് അല്ലെ. എത്ര ഭാഷകളിലാണ് അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ 15 ആണ്. അപ്പൊ നോട്ട് എടുക്കുക, ഒന്ന് എണ്ണി നോക്കുക, 15 തന്നെയല്ലേ എന്നൊന്ന് എണ്ണി നോക്കുക. അതിൽ 7ാമത്തെ ഭാഷയായിട്ട് വരും ഏത്? മലയാളം അല്ലെ. അപ്പൊ ഇന്ത്യൻ കറൻസിയുടെ ലാംഗ്വേജ് പാനലിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്? എത്ര ഭാഷകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്? 15 ഭാഷകളിൽ എന്ന് പഠിച്ച് വെക്കുക. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ആകെ എത്ര അംഗങ്ങളുണ്ട്? ആകെ എത്ര അംഗങ്ങളാണുള്ളത്? 15 അല്ലെ. അപ്പൊ രക്ഷാസമിതിയിലുള്ള അംഗങ്ങളുടെ എണ്ണം ഇതുവരെ അറിയില്ലെങ്കിൽ പഠിച്ചു വെക്കുക, 15 എന്ന് പഠിച്ചു വെക്കുക. ആകെ 22 അംഗങ്ങളുള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എത്ര പേരാണ് ലോക്സഭയിൽ നിന്നുള്ളത്? 15. അപ്പൊ 15 എന്നുള്ള ആൻസർ വരുന്ന കുറെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ത് ചെയ്യുക? ഒരിക്കൽ കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ആകെ 22 അംഗങ്ങളുള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എത്ര പേരാണ് ലോക്സഭയിൽ നിന്നുള്ളത്? 15 പേരാണ്. രക്ഷാസമിതിയിൽ, ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ 15 അംഗങ്ങളാണുള്ളത്. ഇന്ത്യൻ കറൻസിയിൽ 15 ഭാഷകളിലാണ് അത് രൂപയുടെ മൂല്യം ആലേഖനം ചെയ്തിരിക്കുന്നത്. ഏത് നൂറ്റാണ്ടിലാണ് ജോൺ ഓഫ് ആർക്ക് ജീവിച്ചത് ചോദിച്ചാൽ 15ാം നൂറ്റാണ്ടിലാണ്. അവര് മാത്രമാണോ? അല്ല അല്ലെ. നമ്മുടെ വാസ്കോഡ് ഗാമ കേരളത്തിലെത്തിയതും 15ാം നൂറ്റാണ്ടിലാണ്. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതും 15ാം നൂറ്റാണ്ടിലാണ് എന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്, അല്ലെങ്കിൽ റാണി ലക്ഷ്മി ബായി ആണ്. കേരളത്തിന്റെ ആണെങ്കിൽ അക്കാമ ചെറിയാനാണ്. മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം 15% നിയമസഭാ അംഗങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടാൻ പാടില്ല. ചാണക്യന്റെ അർത്ഥശാസ്ത്രം 15 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഹുമയൂൺ പ്രവാസ ജീവിതം നയിച്ചത് 15 വർഷമാണ്. ഓക്കെ. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം തുടങ്ങിയവയുടെ പേരിൽ ഒരാളോടും വിവേചനം പാടില്ല എന്ന് പറയുന്നു ആർട്ടിക്കിൾ 15. അതേപോലെ തന്നെ ഇലക്ഷനെ കുറിച്ച് പറയുന്നു 15ാമത്തെ പാർട്ട്. ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് 1 മണിക്കൂർ കവർ ചെയ്യണത്? 15 ഡിഗ്രിയാണ്. ഒരു ടേബിൾ സ്പൂൺ 15 മില്ലി ലിറ്റർ ആണ്. ക്രിസ്റ്റൽ ആനിവേഴ്സറി 15ാമത്തെ ആനിവേഴ്സറി ആണ്. വിവാഹത്തിലെ 15ാമത്തെ ആനിവേഴ്സറി ആണ് ക്രിസ്റ്റൽ ആനിവേഴ്സറി എന്നറിയപ്പെടുന്നത്. ഏത് നൂറ്റാണ്ടിലാണ് വാസ്കോഡ് ഗാമ വന്നതെന്ന് ചോദിച്ചാൽ 15ാം നൂറ്റാണ്ടിലാണ്, 1498. ഓക്കെ. അതുപോലെ തന്നെ വെളുത്ത രക്താണുക്കളുടെ, അതായത് WBCയുടെ ആയുസ് അതെത്രയാണ്? 12 to 20 ദിവസമാണ്. ഇവിടെ 15 എന്നാണ് ആൻസർ വരിക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 15. ഹേഗ് നെതർലാൻഡ് ആണ് ആസ്ഥാനം. ഇനി കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച നൂറ്റാണ്ട് 15ാം നൂറ്റാണ്ട്. അപ്പൊ ഇത്രയാണ് 15ഉമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി 16ലേക്ക് പോവാം. 16 എന്തിൻ്റെയൊക്കെ ആൻസർ ആയിട്ട് വരും എന്ന് നോക്കാം. ഓക്കെ അല്ലേ? വിസിബിൾ ആണെന്ന് വിചാരിക്കണോ? ഓക്കെ. ഏത് നൂറ്റാണ്ടിലാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത്? നമുക്ക് മുഗൾ സാമ്രാജ്യം, അതായത് സുൽത്താനേറ്റ് ഭരണം കഴിഞ്ഞിട്ട് അഗീത്തുസലം അല്ലെ, അടിമവംശം, അതുപോലെ തന്നെ തുഗ്ലക്ക്, ഖിൽജി വംശം, തുഗ്ലക്ക്, സയ്യിദ് വംശം, അതുപോലെ തന്നെ ലോധി വംശം, ഇത് കഴിഞ്ഞിട്ട് 1526 അല്ലെ, 1526 പാനിപ്പത്ത് യുദ്ധം നടന്നു അല്ലെ. അപ്പോഴാണ് ബാബർ എന്ത് ചെയ്യുന്നത്? മുഗൾ സാമ്രാജ്യം, പാനിപ്പത്ത് യുദ്ധം 1526 പാനിപ്പത്ത് യുദ്ധത്തിലാണ് ബാബർ എന്ത് ചെയ്യുന്നത്? മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് അല്ലെ. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ബാബർ അല്ലെ. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ബാബർ ആണ്. ഏത് യുദ്ധത്തിൽ കൂടെയാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചതെന്ന് ചോദിച്ചു വെച്ചാൽ പാനിപ്പത്ത് യുദ്ധം 1526 എന്ന്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം അല്ലെ. ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526. മുഗൾ വംശസ്ഥാപകനാണ് ബാബർ. ഓക്കെ. അപ്പൊ അത് ഏത് നൂറ്റാണ്ടാണ്? നൂറ്റാണ്ട് കണക്കാക്കാൻ നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ എത്രാമത്തെ നൂറ്റാണ്ടിലാണ്? പറയൂ. 16ാമത്തെ നൂറ്റാണ്ടിലാണ്. ഓക്കെ. അപ്പൊ 16ാമത്തെ നൂറ്റാണ്ടിലാണ്. ഏത് നൂറ്റാണ്ടിലാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത്? 16ാം നൂറ്റാണ്ട്. ചെസ് കളിയിൽ ഒരു വശത്തെ കരുക്കളുടെ എണ്ണം, ചെസ് കളിയിൽ ഒരു വശത്തെ എത്ര കരുക്കൾ ഉണ്ടെന്ന് ചോദിച്ചു വെച്ചാലും 16 ആണ്. ഓക്കെ. അപ്പൊ ചെസ് കളിക്കുന്നവരൊക്കെ എന്ത് ചെയ്യാ? ഒന്ന് കമന്റ് ചെയ്യാ. എനിക്ക് ചെസ് കളിക്കാൻ അറിയില്ല കേട്ടോ. അപ്പൊ ചെസ് കളിക്കുന്നവരൊന്ന് പറയാ. ചെസ് കളിയിൽ ഒരു വശത്തെ കരുക്കളുടെ എണ്ണം എത്രയാണ്? 16 ആണ് കേട്ടോ.
ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവം എത്രാമത്തെ ശതകത്തിലാണ് ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവം 16ാമത്തെ ശതകത്തിലാണ്. ഏത് നൂറ്റാണ്ടിലാണ് തച്ചോളി ഒതേനൻ ജീവിച്ചിരുന്നതും പഠിച്ചു വെക്കുക. ഏത് നൂറ്റാണ്ടിലാണ്? 16ാം നൂറ്റാണ്ടിലാണ് തച്ചോളി ഒതേനൻ ജീവിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ തച്ചോളി ഒതേനൻ ജീവിച്ചിരുന്നത് എപ്പോഴാണ്? 16ാം നൂറ്റാണ്ടിലാണ്. ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവം ഏത് ശതകത്തിലാണെന്ന് ചോദിച്ചു വെച്ചാലും 16 എന്ന് ആൻസർ. അടുത്തത് ഫേമസ് ആണ് അല്ലേ, നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യ ഭരിച്ച വനിതയാണ് അല്ലെ, ഇന്ദിരാഗാന്ധി. ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. എത്ര പ്രാവശ്യം? 16 പ്രാവശ്യം. ഓക്കെ, അപ്പൊ ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനത്തിന് കൊടിയുയർത്തിയത്, ത്രിവർണ പതാക ഉയർത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. 16 പ്രാവശ്യമാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ഉയർത്തിയ വനിതയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അടുത്തത് ഒരു സമചതുരത്തിന്റെ വിസ്തീർണവും ചുറ്റളവും ഒരു 2 അക്ക സംഖ്യയാണ്. ആ സംഖ്യ ഏതാണ്? ഓക്കെ, അപ്പൊ 16ന്റെ പ്രത്യേകത കണ്ടോ? 16ന്റെ പ്രത്യേകത എങ്ങനെയാണിത്? ഒരു സമചതുരത്തിന്റെ വിസ്തീർണവും ചുറ്റളവും, സമചതുരം അല്ലെ, സ്ക്വയർ. അപ്പൊ എങ്ങനെയാണ്? ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? 16 അവിടെ ആൻസർ വരാൻ കാരണം എന്താണെന്ന് ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഒന്ന് വേഗത്തിൽ എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്യുക. എന്താണ്? അതായത് ഒരു സമചതുരത്തിന്റെ വിസ്തീർണവും ചുറ്റളവും ഒരു 2 അക്ക സംഖ്യയാണ്. ഏതാണ് ആ സംഖ്യ ചോദിച്ചു വെച്ചാൽ നമുക്ക് ഓൾറെഡി ആൻസർ അറിയാം. 16നെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 16 ആണെന്ന്. എങ്ങനെ, എന്തുകൊണ്ട്, അതിന് എക്സ്പ്ലനേഷൻ ആർക്കെങ്കിലും തരാൻ പറ്റുമോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, വേഗത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഒരു സമചതുരം അല്ലെ, സമചതുരം എന്ന് പറയുമ്പോൾ സമമായിരിക്കണം അല്ലെ, ഏകദേശം സമചതുരമാണ് എന്ന് വിചാരിക്കുക. സമചതുരം അല്ല. ഓക്കെ, സമചതുരത്തിന്റെ വിസ്തീർണം എങ്ങനെയാണ് കണക്കാക്കുക? സമചതുരത്തിന്റെ വിസ്തീർണം നമുക്ക് a സ്ക്വയർ അല്ലെ, സൈഡിന്റെ സ്ക്വയർ. ഇനി ചുറ്റളവ് 4 into a. ഓക്കെ, 4 into a. ഓക്കെ അല്ലേ? ഇനി a സ്ക്വയറും 4 into aയും ഒരേ സംഖ്യയാണ്. അതല്ലേ ഇവർ ഉദ്ദേശിച്ചത്? ഒരു സമചതുരത്തിന്റെ വിസ്തീർണവും ചുറ്റളവും ഏത് 2 അക്ക സംഖ്യയാണ്? ഒരേപോലെ വരാൻ പറ്റുന്ന ഏത് 2 അക്ക സംഖ്യയാണ് എന്ന് ചോദിച്ചു വെച്ചാൽ, ഇപ്പൊ എയുടെ വാല്യൂ നമ്മൾ 4 ആണ് കൊടുക്കണമെന്ന് വെച്ച്, അപ്പൊ a സ്ക്വയർ 4ന്റെ സ്ക്വയർ. ഇനി 4 into a 4 into 4 അല്ലെ, ഇതിന്റെ രണ്ടിന്റെയും 4 സ്ക്വയർ എന്ന് പറഞ്ഞു വെച്ചാൽ എത്രയാണ്? 16. 4 into 4 എന്ന് പറഞ്ഞു വെച്ചാലും എത്രയാണ്? 16. ഓക്കെ, അപ്പൊ ഒരു സമചതുരത്തിന്റെ വിസ്തീർണവും ചുറ്റളവും രണ്ടും വരാൻ പറ്റുന്ന ഒരു 2 അക്ക സംഖ്യയാണ് ഇത് 16 എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി വേറെ ഏതെങ്കിലും സംഖ്യ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ 5 ആണ് എടുത്ത് വെച്ചോ. 5ന്റെ സ്ക്വയർ എന്നാവും? 4 into 5 എന്നാവും. 5ന്റെ സ്ക്വയർ 25 ആണ്. 4 into 5 20 ആണ്. പറയാൻ പറ്റുമോ? 6 പറയാൻ പറ്റുമോ? ഇല്ല. 6 നോക്കി വെച്ച് എത്രയാവും? 6ന്റെ സ്ക്വയർ 36. ഇവിടെ 6 into 4 6 4 24. രണ്ടും കൂടെ ഒരേ സംഖ്യ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 16. ഒരു സമചതുരത്തിന്റെ വിസ്തീർണവും ചുറ്റളവും ഒരു 2 അക്ക സംഖ്യയാണ്. ആ സംഖ്യ ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ ഏതാണ്? 16 കേട്ടോ. ഇനി മറക്കരുത്. ഓക്കെ അല്ലേ? ഷട്ടിൽ കോക്കിൽ എത്ര തൂവലുകളുണ്ട്? 16. ഓക്കെ, ഷട്ടിൽ കോക്കിൽ നമ്മൾ ഇങ്ങനെ ഷട്ടിൽ കളിക്കുമ്പോൾ ഉള്ള കോക്കിൽ എത്ര തൂവലുകളുണ്ട്? 16 ആണ്. ആദ്യത്തെ ആധുനിക വിന്റർ ഒളിമ്പിക്സ് 1924 എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 1924 നടന്ന വിന്റർ ഒളിമ്പിക്സിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു ചോദിച്ചു വെച്ചാലും 16 ആണ് ഉത്തരം. പ്രാചീന ഭാരതത്തിലെ മഹാജനപദങ്ങളുടെ എണ്ണം. മഹാജനപദങ്ങൾ എത്രയായിരുന്നു? 16 മഹാജനപദങ്ങളായിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഒരു ബാലറ്റ് യൂണിറ്റിൽ എത്ര സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളാൻ കഴിയും? അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഒരു ബാലറ്റ് യൂണിറ്റിൽ എത്ര സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് ചോദിച്ചു വെച്ചാലും എത്രയാണ്? 16 ആണ്.
കൃഷ്ണദേവരായർ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? അപ്പൊ വിജയനഗരം സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഹരിഹരനും ബുക്കനുമാണ് അല്ലെ. അതിലെ പ്രശസ്തനായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. അപ്പൊ ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. അതിലത്തെ ഫേമസ് ആയിട്ടുള്ള ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. അദ്ദേഹം ഭരിച്ചത് ഏത് നൂറ്റാണ്ടിലാണെന്ന് ചോദിച്ചു വെച്ചാൽ 16-ാം നൂറ്റാണ്ടിലാണ് എന്ന് പഠിച്ചു വെക്കുക. അളവ് തൂക്കങ്ങൾക്ക് ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്നത് ഏത് സംഖ്യയുടെ ഗുണിതങ്ങളാണ് എന്ന് ചോദിച്ചു വെച്ചാൽ 16-ന്റെയാണ്. ഓക്കെ, അപ്പൊ അളവ് തൂക്കങ്ങൾക്ക് ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്നത് ഏത് സംഖ്യയുടെ ഗുണിതങ്ങളാണ്? 16 കേരളത്തിൽ ഏറ്റവും നീളം കുറഞ്ഞ നദിയായ മഞ്ചേശ്വരം നദിക്ക് എത്ര കിലോമീറ്റർ നീളമുണ്ട്? 16 അല്ലെ. ഏറ്റവും ചെറുത് മഞ്ചേശ്വരാണ്, 16 കിലോമീറ്റർ. തൊഴിലവസരങ്ങളിൽ തുല്യത എന്ന ആശയം അല്ലെ. തൊഴിലവസരങ്ങൾ സ്ത്രീക്കും പുരുഷനും അതായത് തൊഴിലവസരം അല്ലെ. തൊഴിലവസരങ്ങളിൽ തുല്യത എന്നുള്ളത് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 16. 1 രൂപയ്ക്ക് തുല്യം എത്ര അണയായിരുന്നു എന്ന് ചോദിച്ചു വെച്ചാലും 16 1 രൂപയ്ക്ക് തുല്യം എത്ര അണയാണ്? 16 ഉച്ഛ്വസിക്കുന്ന വായുവിലെ ഓക്സിജന്റെ അളവും എത്രയാണ്? 16 കേട്ടോ. ഇനി എബ്രഹാം ലിങ്കൺ എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചു വെച്ചാലും 16 അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് എബ്രഹാം ലിങ്കൺ? അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് എബ്രഹാം ലിങ്കൺ? 16ാമത്തെ പ്രസിഡന്റ് ആണ്. ഉച്ഛ്വസിക്കുന്ന വായുവില് തിരിച്ചുവിടുന്ന വായുവില് ഓക്സിജന്റെ അളവ് എത്രയാണ്? 16%. 1 രൂപയ്ക്ക് തുല്യം എത്ര അണയായിരുന്നു എന്ന് ചോദിച്ചു വെച്ചാലും 16. തൊഴിലവസരങ്ങളിൽ തുല്യത എന്ന ആശയം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിൽ പ്രതിപാദിക്കുന്നു? 16-ൽ പ്രതിപാദിക്കുന്നു. 17 ആണെങ്കിലോ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലെ, അതിനെക്കുറിച്ച് 17 പറയുന്നു. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ എത്ര കിലോമീറ്റർ ആണ്? 16 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നമ്മുടെ 16 ആൻസർ വരുന്നതായി. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 15ഉം 16ഉം നമ്മൾ മുഴുവനായി പഠിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ സജഷൻസ് ഒക്കെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.